അപ്പം നിങ്ങളോട് ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് ഇനി ഒറ്റ ദിവസമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ ഒരു ദിവസം, അതായത് ഇന്നിപ്പോൾ രാവിലെ 8 മണി മുതൽ രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ 8 മണി വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത് എന്ന് ഡോക്ടർ നിങ്ങൾക്ക് വിധി എഴുതിയാൽ ആ ഒരു 24 മണിക്കൂർ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക? നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഞാൻ ആർക്കൊക്കെ പൈസ കടം കൊടുത്തിട്ടുണ്ട്, ആരൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, അവരൊക്കെ പൊരുത്തം ചോദിക്കും, കടങ്ങളൊക്കെ വീട്ടാൻ നോക്കും, എല്ലാം. പിന്നെ വേറൊന്നുമില്ല ചിന്ത. നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ആരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ആരെ ഇതാക്കിയിട്ടുണ്ട്, ഫുള്ള് ചിന്ത മരണശേഷം ഉള്ള ജീവിതത്തിനല്ലേ. നിങ്ങൾക്ക് ആ ഒരു പേടി, ഇനി മരിക്കുന്ന ഉറപ്പായില്ല, ഇനി 24 ജീവിതം ആ ഒരു എങ്ങനെയായിരിക്കും അല്ലേ? ചിന്തിച്ചു. നിങ്ങൾക്ക് ദുനിയാവിൻ്റെ ഒരൊറ്റ ചിന്തയും വരില്ല. എല്ലാം വിൽക്കും, കടം വിടാൻ വേണ്ടി കാറുള്ളത് കാറും വിൽക്കും, പാവപ്പെട്ടവർക്ക് സദക്ക കൊടുക്കും. ഇതേ ചിന്ത മാത്രമല്ലേ ഓരോരുത്തർക്കും വരാം. പക്ഷേ അത് 24 മണിക്കൂറിൻ്റെ ഒരു ഡോക്ടറിൻ്റെ ഉറപ്പിൻ്റെ മേലാണ്. പക്ഷേ 24 മണിക്കൂർ പോയിട്ട് അടുത്ത 5 മിനിറ്റ് എന്താണെന്ന് ഉറപ്പില്ല എന്ന് ഡോക്ടറല്ല ആരാ പറഞ്ഞ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ വൈകുന്നേരമാകുമെന്ന പ്രതീക്ഷ വേണ്ട, വൈകുന്നേരമായാൽ രാവിലെ ആകുന്ന പ്രതീക്ഷ വേണ്ട, ചെരുപ്പ് ബാറിന് എങ്ങനെ അടുത്ത് അതുപോലെയാണ് മരണം. ഇതൊന്നും നമ്മൾക്ക് ഒരു വിഷയമല്ല. നമ്മൾ മരിക്കാത്തതുപോലെ നമ്മൾ 60-70 ഒക്കെ ജീവിക്കും എന്ന ഒരു ഇതിലാണ് നമ്മൾ രാത്രി ഉറങ്ങാതെ ടിക്ടോക്കിൽ ഇരുന്ന് പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്തിട്ട് നിസ്കാരം ഇല്ല, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഹെഡ്ഫോൺ പോലും എടുക്കുന്നില്ല, നടന്നു പോകാൻ പള്ളി ജമാഅത്തുണ്ട്, അറ്റ്ലീസ്റ്റ് ഏറ്റവും ബേസിക് കാര്യമായ ഫർള് പോലും നിസ്കരിക്കാതെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പെട്ടെന്ന് മരിക്കും. ഇന്നലെ തന്നെ നമ്മളൊരു പെൺകുട്ടി 18 വയസ്സുള്ള കുഞ്ഞു വീണ് മരിക്കുന്നുണ്ട്, ആക്സിഡൻ്റായി മരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് വരുന്ന ഏറ്റവും വലിയ ഒരുപാട് നമുക്ക് അതാവ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ എന്താ? മരണം. അത് നമ്മൾക്ക് അടുത്തിട്ടുണ്ട് എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ പോലും ഇന്ന് എന്ത് നീ ചെയ്തു? 24 മണിക്കൂറിൽ നീ ആ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നിനക്ക് ഇപ്പോൾ ആലോചിച്ചുകൂടാ? എന്തുകൊണ്ട് നിനക്ക് മനസ്സിന് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പുറത്ത് ബേജാറായിക്കൂടാ? മാപ്പ് ചോദിച്ചുകൂടാ? റമദാൻ വരുമ്പോൾ, ആദ്യത്തെ റമദാൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തിടണേ. അങ്ങനെയല്ല. ഓരോ ദിവസവും ആരെ മനസ്സിനെ നീ വേദനിപ്പിക്കണ്ട. കടം കൊടുത്തെങ്കിൽ എത്രയും പെട്ടെന്ന് കട വീഴണമെന്ന് നിയത്ത് വെച്ചോ, നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പുനർചിന്തനം നടത്തോ. അങ്ങനെ പരലോകത്തിലേക്ക് വേണ്ടി ഓരോ മിനിറ്റ് നമ്മൾ ഒരുങ്ങേണ്ട. നമ്മൾ എത്ര സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം നീ എന്തൊക്കെ ചെയ്തു നന്മ? അതുപോട്ടെ, ഏറ്റവും അഫ്ളലായ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ? ഫർള് നീ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ? അടുത്തത്ര പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ പോലും അതൊന്നും ബാങ്ക് കേൾക്കാത്ത രീതിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ഇപ്പോൾ ഖബറിലുള്ള ഓരോ മനുഷ്യനും എന്താണ് അള്ളാഹുവിൻ്റെ പറയാനുള്ളതെന്നറിയോ? അള്ളാഹു എന്നെ ഈ ദുനിയാവിലേക്ക് നീ മടക്ക്. എത്ര ഖബറാളികൾ നീ പള്ളിയിൽ അടുത്ത് ഒരിക്കൽ ടോർച്ചടിച്ച് നീ ഒരിക്കൽ നിൻ്റെ പള്ളി മുറ്റത്തേക്ക് നീ ആ മണ്ണിൽ കിടക്കുന്ന ഖബർ ടോർച്ചടിച്ച് നോക്കൂ. അവർക്കൊക്കെ പറയാനുള്ളത്, ഞങ്ങൾ ചതിക്കപ്പെട്ടതുപോലെ ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. നിങ്ങൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാ, നിങ്ങൾക്ക് സമയമുണ്ട്. ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളിത് തീർന്നു. പക്ഷേ അള്ളാഹുവേ, ഞങ്ങൾ ഈ ദുനിയാവിലേക്ക് മടക്കിയാൽ അവരെന്താണ് ചെയ്യുന്ന? അവർക്ക് ദുനിയാവിലുള്ള ഒന്നും കാണില്ല. അവർ ഫുൾ ടൈം പള്ളിയിലായിരിക്കും. എത്രയൊക്കെ പൈസ ഉണ്ട്, അവർ സ്വത്തുണ്ട്, അതൊക്കെ അവർ ദാനം കൊടുക്കാൻ വേണ്ടി അത് മാത്രം ചിന്തയോടെ അള്ളാഹുവിനോട് കെഞ്ചുന്നവരുണ്ട്. അല്ല പറയും, കഴിഞ്ഞു മക്കളെ, നിങ്ങളെ സമയം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിക്ക് വരുന്നത്. ഞാനെപ്പോഴും പള്ളീൻ്റെ അകത്താണ് ഇരിക്കുന്നത്. എനിക്ക് ലേറ്റായി പോകുന്ന കുറവാണ്. പക്ഷേ ലാസ്റ്റ് 2 ഫ്രൈഡേ ഞാൻ ഈ ദുബായ് പള്ളിയിൽ ലേറ്റായി പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. പുറത്താണ് എനിക്ക് കിട്ടിയത്. അതും കുത്തുബ തുടങ്ങുമ്പോൾ ഓരോന്ന് ആൾക്കാർ ഓടി വരുന്നു. അതിലൊക്കെ മുടി നീട്ടിയവരുണ്ട്, വില മുസ്ലിമൊന്നും തോന്നിക്കാത്ത ആൾക്കാരൊക്കെ മുസല്ല എടുത്ത് ഓടി നിസ്കരിക്കാൻ വേണ്ടി വരുന്നതൊക്കെ കാണുമ്പോൾ അവർ ഈ ജുമ്മ മാത്രമാണ് നിസ്കാരം പ്രധാനമുള്ള, ഈ ഇസ്ലാമിൽ ഒരു ജുമ്മ മാത്രമേ ഉള്ളെന്ന് തോന്നിപ്പോകും. പക്ഷെ ഓരോ നിസ്കാരം ഇതുപോലെ വരേണ്ടതാണ്. ഇങ്ങനെ ഓടി അവർ പള്ളിയിൽ ആദ്യം വന്നിരിക്കേണ്ട ആൾക്കാരാണ്. വലിയ ആൾക്കാർ, വലിയ ലാൻഡ് ക്രൂസറുള്ള ആൾക്കാരൊക്കെ ലാസ്റ്റ് കൈയെട്ടുമ്പോൾ ഓടി വരും. പക്ഷെ അവർക്ക് ആ നിസ്കാരത്തിൻ്റെ ജുമ്മേൻ്റെ ഗൗരവം മറ്റു നിസ്കാരത്തിലും അതുപോലെയാണ്. മറ്റു നിസ്കാരം അതറിയുന്നില്ല. അതേ ഓടി വരുന്നത് പോലെ, അതേ വെപ്രാളം ഉള്ളതുപോലെ തന്നെയാണ് ഖബറാളികളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ജുമ്മക്ക് വേണ്ടിയല്ല, എല്ലാ നിസ്കാരത്തിനും വേണ്ടി ആ ജുമ്മക്ക് പള്ളിക്ക് ഓടുന്നത് പോലെ അവരൊക്കെ ഖബറിനെണിച്ച് പള്ളിയിലേക്ക് ഓടി വന്ന് നിസ്കരിക്കാനും സൽക്കർമ്മം ചെയ്യാനും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് സമയമുണ്ട്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് രാത്രി പട്ടികളെ പോലെ ഫിലിം നോക്കിയിട്ട് ടിക്ടോക്കിൽ പെണ്ണുങ്ങളെ ചാടി ജൂതാട്ടം കഴിച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ നാളെ മലക്കുൽ മൗത്ത് വരുമ്പോൾ നീ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. തൊണ്ടക്കുയിൽ മരണം എത്തുമ്പോൾ, നരകത്തിലെ നിന്നെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹുവിലേക്ക് മടങ്ങുവായി. ഇനി എത്ര നമ്മുടെ മുന്നിൽ എത്ര മരണങ്ങൾ കാണുന്നുണ്ട്. എത്ര യുവാക്കൾ ദയവ് ചെയ്ത്
ഇനി നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നു എന്ന് വരില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മുതൽ ഒരൊറ്റ നിസ്കാരം പോലും ഞാൻ കളാക്കില്ല. ഞാൻ എത്ര കളാക്കിയിട്ട് എൻ്റെ റബ്ബിനോട് ഞാൻ മാപ്പ് ചോദിച്ചിട്ട് ഞാൻ ഓരോ നിമിഷവും നാളത്തേക്കുള്ള ഖബറിലേക്കുള്ള പെടാതിരിക്കാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് അള്ളാഹ് കാത്തിരിക്കുകയാണ്. എപ്പോൾ അള്ളാഹു നിങ്ങൾ ഇങ്ങനെ നാളെ തൗബ ചെയ്യാൽ എങ്ങനെ അള്ളാഹുവിന് എത്ര സന്തോഷമാണെന്നറിയോ? റബ്ബിന് സന്തോഷമാവുന്നു. എങ്ങനെ ഒരു എക്സാമ്പിൾ അല്ല പറയുന്നുണ്ട്, റസൂലുള്ള പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മൾ മരുഭൂമിയിലേക്ക്, ആരുമില്ലാത്ത മരുഭൂമിയിലേക്ക് ഒട്ടകമായി നമ്മൾ പോകുന്നു. നമ്മുടെ സാധനമൊക്കെ ഉള്ളത് ഒട്ടകത്തിലാണ്, എല്ലാ കാര്യങ്ങളും വെള്ളമൊക്കെ ഒട്ടകത്തിൽ. നമ്മൾ മരുഭൂമിയിലേക്ക് എത്തി, നമ്മൾ ഉറങ്ങിപ്പോയി അറിയാതെ. അപ്പോൾ ഒട്ടകം അവിടുന്ന് പോയി, കലാസ് ഒട്ടകം എല്ലാം കൊണ്ടുപോയി, മൊബൈലും എല്ലാം. അപ്പോൾ നമ്മളെന്താവും? നമ്മൾ പേടിക്കില്ലേ? എങ്ങനെ പോകും? മരിക്കും, വെള്ളമില്ല, മൊബൈലിലാണ്, എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒട്ടകം ദൂരത്ത് നിന്ന് വരുന്നത്. ആ ഒട്ടകത്തെ കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാവല്ലേ? അതേപോലെയാണ് ഒരു തെറ്റ് ചെയ്ത മനുഷ്യന്, എല്ലാ നിസ്കാരം ഒഴിവാക്കി തെറ്റ് ചെയ്ത മനുഷ്യന് അള്ളാഹുവിലേക്ക് തിരിച്ച് മടങ്ങി തൗബ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് അതേ സന്തോഷം. ഒട്ടകം തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അള്ളാഹുവിനുണ്ടെങ്കിൽ അള്ളാഹു എത്ര അവസരങ്ങളാണ് നമുക്ക് തരുന്നത്. രക്ഷപ്പെടൂ, വാ തൗബ ചെയ്തോളൂ. എന്നിട്ട് നമ്മളൊന്നും അറിയാതെ ചതിക്കുഴിയിൽ, ശൈത്താൻ്റെ ചതിക്കുഴിയിൽ പെടാതെ നല്ലൊരു മനുഷ്യനായി സ്വാലിഹായി ഇനിയെങ്കിലും ഓരോ ദിവസം മരണത്തെ ഓർത്ത് അള്ളാഹുലേക്ക് മടങ്ങി അറ്റ്ലീസ്റ്റ് 5 വക്ത് കൃത്യമായി ജമാഅത്ത് പള്ളിയിലേക്ക് തന്നെ പോയി നിസ്കരിച്ച് നിങ്ങൾ തുടങ്ങി നോക്കൂ. വല്ലാഹി സത്യം, ഏറ്റവും വലിയ ഹയ്യാൽ ഫലാ വിജയമുള്ളത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ 5 വക്ത്, അതിൻ്റെ അർത്ഥം അതാണ്. തീർച്ചയായിട്ടും നിസ്കാരത്തിൽ മാത്രമാണ് വിജയമുള്ളത്. അതായത് റിസ്ക്, നമ്മളെ റിസ്ക് എന്ന് പറഞ്ഞ പൈസ പണം മാത്രമല്ല, എല്ലാം നമ്മളെ വൈഫ്, നമ്മളെ വീട്, നമ്മളെ ജോലി, നമ്മുടെ ആരോഗ്യം എല്ലാം റിസ്ക്കാണ്. അതിലൊക്കെ ബർക്കത്ത് വേണമെങ്കിൽ നിസ്കാരം കറക്റ്റായിട്ട് ഫോളോ ആക്കുന്നവരെ റിസ്ക് നല്ല രീതിയിൽ അള്ള കൊടുക്കും. അത് ഒഴിവാക്കിയവർക്ക് റിസ്ക് അള്ള എടുത്തു കളയും. റിസ്ക് പറഞ്ഞാൽ പൈസ മാത്രമല്ല, നിൻ്റെ എല്ലാ കാര്യത്തിലും ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. എപ്പോഴും കൈക്കൊരു വേദന വന്നാൽ അത് റിസ്കിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ഫൈന് കിട്ടിയാൽ വണ്ടിക്ക് അത് റിസ്കിൻ്റെ ഒരു ബർക്കത്തില്ലായ്മയാണ്. അങ്ങനെ എല്ലാത്തിലും ഒരു ബർക്കത്തില്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ നിസ്കാരം നീ ശരിക്കും നിസ്കരിക്കുന്നില്ല, അള്ളാഹുവിനെ നീ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുക? അള്ളാഹുവിലേക്ക് മടങ്ങുക. കൂടുതൽ സമയം, ഒരു ദിവസത്തിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യുന്ന, ജോലിയും ഇബാദത്താണ്. അത് ഒഴിഞ്ഞുള്ള സമയം പരലോകത്തിലേക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും സദഖ കൊടുക്കാനും ദിക്ർ ചൊല്ലാനും ഇൽമിൻ്റെ മജ്ലിസ് കേൾക്കാനും അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ക്ലാസ് കേൾക്കാനും സമയം കണ്ടെത്തി ആ മരണത്തിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മത്തിന് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കാൻ, അള്ളാഹുവിനെ കാണാൻ വേണ്ടി. അള്ളാഹുവിന് നല്ല പ്രതീക്ഷയോടെ ഒരാൾ മരിച്ചാൽ അതുപോലെയാണ് അള്ളാഹു നമുക്ക് എന്താണ് പ്രതീക്ഷ അത് തരും. അത് പ്രതീക്ഷ വെക്കണമെങ്കിൽ നമ്മൾ സൽക്കർമ്മയാവണം. അല്ലാതെ നിസ്കരിക്കാതെ ഒന്നും ചെയ്യാതെ എന്ത് പ്രതീക്ഷയാണ് നമ്മൾ വെക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നല്ല പ്രതീക്ഷ വെച്ചാൽ അതുപോലെ അള്ളാഹു നമുക്ക് സ്വർഗം തരും. അപ്പോൾ മരണത്തെ പേടിക്കേണ്ടതാരാണ്? നിസ്കരിക്കാതെ ഇങ്ങനെ തെണ്ടി നടന്ന് പെട്ടെന്നായിരിക്കും അസ്രായിൽ വരുമ്പോൾ അവന് വെപ്രാളപ്പെടും. അപ്പോൾ ആ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ര മരണങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഈമാനോട് കൂടെ മരിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.